നടനും രാഷ്ട്രീയ പ്രവർത്തകനുമൊക്കെയായ സുരേഷ് ഗോപിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഒരു കുറിപ്പാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ വൈറലായി മാറുന്നത്. സംവിധായകനും തിരക്കഥാകൃത്തുമായ വിനോദ് ഗുരുവായൂരിൻ്റെതാണ് ഈ വൈറൽ കുറിപ്പ്. ശിഖാമണി, ഹീറോ തുടങ്ങിയ സിനിമകൾ എഴുതിയത് വിനോദ് ഗുരുവായൂരാണ്. സുരേഷ് ഗോപിയുമായി ഒരു കുടുംബാംഗത്തോട് ഉള്ളതുപോലെയുള്ള സൗഹൃദം വിനോദ് ഗുരുവായൂരിനുണ്ട്. സുരേഷ് ഗോപി എന്ന മനുഷ്യനെക്കുറിച്ചുള്ളതാണ് വിനോദ് ഗുരുവായൂരിൻ്റെ ഈ കുറിപ്പ്. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന് പങ്കെടുക്കുവാൻ പോയപ്പോഴുള്ള അനുഭവവും ഈയൊരു കുറിപ്പിൽ വിനോദ് ഗുരുവായൂർ എഴുതി ചേർത്തിട്ടുണ്ട്. വിനോദിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. മകളുടെ വിവാഹ ദിവസം വരന് കൈപിടിച്ചു കൊടുത്തതിനു ശേഷം പതുക്കെ സ്റ്റേജിൽ നിന്നും സുരേഷ് ചേട്ടൻ ഇറങ്ങി. അടുത്തുണ്ടായിരുന്ന എന്നെയും സാജൻ ചേട്ടനെയും വിളിച്ചു. നേരെ നടന്നു ചേട്ടൻ, പുറകിൽ ഞങ്ങളും. അവസാനം ഒരു മുറിയിൽ ഞങ്ങളോടൊപ്പം കുറച്ചു സമയം ഇരുന്നു. മകളുടെ ചെറുപ്പം മുതലുള്ള കഥകൾ പറയുന്നു. അപ്പോഴെല്ലാം കണ്ണുകൾ നിറയാതിരിക്കുവാൻ സുരേഷേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു വലിയ കടമ നിറവേറ്റി ഞങ്ങളുടെ മുൻപിലിരിക്കുന്ന ആ അച്ഛനെ ഞാൻ അവിടെ കണ്ടു. ആ സമയം എനിക്ക് തോന്നിയ സന്തോഷം എന്താണെന്നറിയാമോ? ഒരു അനിയനെ എന്നിൽ കണ്ടുവന്ന സന്തോഷം. 25 വർഷങ്ങൾ ഇതുപോലെ കൊണ്ടു നടന്നിട്ടുണ്ട് അദ്ദേഹം. 25 വർഷം മുൻപ് വെട്ടിച്ചിറ എന്ന സ്ഥലത്ത് പുറംപോക്കിലൊരു ഓലഷെഡിൽ താമസിച്ച 10ാം ക്ലാസ്സിൽ 1ാം ക്ലാസ് വാങ്ങിയ കൊച്ചുമിടുക്കിക്ക് വീട് വെച്ച് നൽകുവാൻ അദ്ദേഹം വിട്ടത് എന്നെയായിരുന്നു. പിന്നെ ഒരുപാട് പേരുടെ സന്തോഷങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ ചേട്ടന് വിജയാശംസകൾ എന്നായിരുന്നു വിനോദ് ഗുരുവായൂരിൻ്റെ ഈ കുറിപ്പ്. ഈ ഒരു കുറിപ്പ് വൈറലായതോടെ നടന് വിജയാശംസകളുമായി നിരവധി പേർ എത്തിയിട്ടുണ്ട്. ഒരുപാട് പേരെ സിനിമയിലും അല്ലാതെയും പല രീതിയിലും സഹായിച്ച സുരേഷ് ഏട്ടന് വിജയാശംസകൾ നേരുവാൻ സിനിമയിൽ നിന്നും ഒരാളെങ്കിലും മുൻപോട്ട് കടന്നു വന്നതിന് വളരെ നന്ദി. നിങ്ങളുടെ ഏട്ടൻ എന്ന് പറയുമ്പോൾ വലിയ അഭിമാനവും ചെറുതല്ലാത്ത അഹങ്കാരവും ഉണ്ടെന്ന് തോന്നുന്നു. എന്നാൽ നിങ്ങളുടെ മാത്രം ഏട്ടനല്ല, ഞങ്ങളുടേതും കൂടിയാണ്. സിനിമാ ലോകത്ത് നിന്ന് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നന്ദി ചേട്ടാ, ഓർത്തതിന് എന്നിങ്ങനെ നീളുന്നു വിനോദ് ഗുരുവായൂരിന്റെ ഈ ഒരു കുറിപ്പിന് വന്നിരിക്കുന്ന കമന്റുകൾ. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആശുപത്രിയിൽ പ്രതിയുടെ കുത്തേറ്റ് മരിച്ച ഡോക്ടർ വന്ദനാദാസിന്റെ പിതാവ് മോഹൻദാസും സുരേഷ് ഗോപിക്ക് ഒപ്പമെത്തിയിരുന്നു. വന്ദനാദാസ് മരിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ സുരേഷ് ഗോപി വന്ദനാദാസിന്റെ വീട്ടിൽ പോയി മാതാപിതാക്കളെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കുകയും നിയമസഹായങ്ങൾക്ക് മുൻകൈയെടുക്കുകയും ഒക്കെ ചെയ്തതാണ്. മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിലെ മുഖ്യ അതിഥികളിൽ ഒരാളും വന്ദനാദാസിന്റെ പിതാവ് മോഹൻദാസ് ആയിരുന്നു. അതേസമയം തന്നെ രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ സുരേഷ് ഗോപി എന്ന നടനെയും മനുഷ്യസ്നേഹിയെയും 100% ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ. മലയാളികളിൽ ഒരു വിഭാഗത്തിന് വിയോജിപ്പുള്ളത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തോടാണ്. രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് സിനിമയിൽ തന്നെ മുഴുവൻ സമയവും സുരേഷ് ഗോപി എന്ന നടൻ സജീവമായിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം മലയാളി സിനിമാ പ്രേക്ഷകരും. എന്നാൽ രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുമ്പോഴും വളരെ സെലക്റ്റീവായി അദ്ദേഹം സിനിമകൾ ചെയ്ത് വിജയമാക്കുകയും ചെയ്യുന്നുണ്ട്. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥിയായതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും മറ്റുമായി തിരക്കിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.